ഈ ഇന്റർവ്യൂവിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം മാമിന്? ഇതെന്റെ ഓൺ സിസ്റ്ററാണ്, യങ്ങർ സിസ്റ്ററാണ്. എന്റെ സ്വന്തം ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ചേട്ടൻ സക്സസ്ഫുൾ ആയിട്ട് കാണണം എന്നുള്ളതാണ്. ഞാൻ ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് വലിയ സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ് ഇതാണ്. ചേട്ടൻ എങ്ങനെയുണ്ട് ഡയറക്ടറായിട്ട്? അനീതി എന്നുള്ളൊരു ഇതിൽ എൻ്റെ ഒരു സന്തോഷത്തിന് ചോദിക്കാം. ഒരു 10 ഫിലിം ഡയറക്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ഫിലിംസ് ഡയറക്റ്റ് ചെയ്തതിന്റെ ഒരു ഈസ് ഉണ്ട്. എനിക്ക് സന്തോഷം. തിലകൻ സാറിനെ ആണെങ്കിലും നെടുമുടി വേണി സാറിനെ ആണെങ്കിലും ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും മൈന്യൂട്ട് നെർവ് വരെ അഭിനയിക്കും, അത് ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന്. They have a big canvas of performance in front of them. അതിൽ ഏതിലേക്കാണ് അവർ എത്തുന്നത് അത് അവർ ചൂസ് ചെയ്യുന്ന വഴിയാണ്. അവർക്ക് ഒരു ലിമിറ്റേഷൻ, ദേ ആർ അൺപ്രഡിക്റ്റബിൾ അൺലിമിറ്റഡ് പെർഫോമേഴ്സ് ആണ്. റിഹേഴ്സലിൽ ചെയ്ത പോലെ ഒന്നുമല്ല ടേക്കിൽ ചെയ്യുന്നത്. ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു പടം, ആദ്യത്തെ എൻ്റെ പടം, അതിൽ ഞാൻ തമ്പുരാട്ടിയാണ്, നെടുമുടി സാറ് തമ്പുരാനാണ്. മണിച്ചിത്ര താഴാകുമ്പോൾ ഞാൻ മോളായി, അച്ഛനായി. സി, ഇറ്റ് ഈസ് നോട്ട് ദി ക്വസ്റ്റ്യൻ ഓഫ് ബീയിങ് മോള് ഓർ അച്ഛൻ, ഇറ്റ് ഈസ് ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ആർട്ടിസ്റ്റ്. അവർ എന്ത് വേണമെങ്കിലും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തഗ് എന്ന മലയാളം മൂവിയുടെ വിശേഷങ്ങളുമായി മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ ആക്ട്രസ് വിനയ പ്രസാദ് മേമു ആൻഡ് ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം ബാലു എസ് നായർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുഖല്ലേ? ഓൾ ഗുഡ്? സുഖം, ഓൾ ഗുഡ്, ഓൾ വെൽ. ഓക്കെ, നമ്മൾ വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമ, അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പേരും തഗ്. ഇത് ഇത്രയുമാണ് ആസ് ഓഫ് നൗ നമുക്ക് പ്രേക്ഷകർക്ക് ഈ സിനിമയെ പറ്റിയിട്ട് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ മൂവി ഓൾ അബൌട്ട്? തഗ് അത് തന്നെയാണ് പറയാനുള്ളത്. ആക്ച്വലി നമ്മൾ തഗ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന അതല്ല ഈ തഗ് എന്ന് പറയുന്നത്. അതായത് മറ്റേ തഗ് ലൈഫ് കൈൻഡ് ഓഫ് സ്റ്റാഫ് അല്ല. ഇപ്പോൾ ധ്യാനം ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട ഓഡിയൻസൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതല്ല. തഗിന് വേറൊരു മീനിങ് ഉണ്ട്, റൗഡി പോലത്തെ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൂവി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ജോണർ. പിന്നെ എന്താ പറയുക, ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയുക, അവരെല്ലാവരും ഒരുമിച്ച് വന്ന കുറച്ച് നാളുകൾക്ക് ശേഷം അവരെല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. വിനയ മാം വളരെ ചൂസിയായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ആളാണ്. വിനയ മാം, ബിന്ദു പണിക്കർ മാം ഉണ്ട്, അതുപോലെ സായി ചേട്ടൻ, സായികുമാർ സാർ, സിദ്ദിഖ് സാർ, ഇവരെല്ലാവരും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് വീണ്ടും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സിനിമ കൊണ്ടാണ്. അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് സ്പെഷ്യലാണ്. അതാണ് ഞാൻ മേമിനോടും ചോദിക്കാൻ വരുന്നത്. മേം അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല, വളരെ സെലക്റ്റീവ് ആയിട്ടാണ് സിനിമകൾ ഒത്തിയാറും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു പുതിയൊരു ഡയറക്ടറിന്റെ ഫിലിമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ഫിലിം ചൂസ് ചെയ്തത്? ഒന്ന്, വ്യത്യസ്തത എന്ന് പറയാൻ എൻ്റെ വേഷത്തിലുള്ള വ്യത്യസ്തത. ഞാനൊരു നന്നായിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ പുതിയ ഡയറക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ നന്നായി ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അവർക്കൊരു ചെറിയ സപ്പോർട്ട് ഉണ്ടാവണം. അത് ഒരു സീനിയർ എന്ന നിലയിൽ ഞാൻ അതുപോലത്തെ ഒരു സപ്പോർട്ടാണ് തന്നത്. മേമിനെ പൊതുവെ നമ്മളിപ്പം മൺചിത്രത്താഴിലൊക്കെ ആണെങ്കിലും അങ്ങനെ വേറൊരു ക്യാരക്ടറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭംഗിയിൽ കണ്ടിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറൻസ് ഒരു റോളാണ് നമുക്ക് പോസ്റ്റേഴ്സിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യും. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളോട് കൂടുതൽ സ്നേഹമുള്ള, അത് നമ്മുടെ മദർ തെരേസയെ ആക്കിയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഈ മദർ തെരേസയുമായി റിലേറ്റ് ചെയ്ത് എന്തോ ഒരു മൊമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഷൂട്ടിംഗ് സമയത്തല്ല, അതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ക്യാരക്ടർ വന്നിരിക്കുന്നത്. ആ റിയൽ ലൈഫ് ക്യാരക്ടറിനെ ഒരിക്കൽ മദർ തെരേസ നേരിട്ട് കാണുകയും ബ്ലസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ട വിനയ മാമിനെയും മദർ തെരേസ നേരിട്ട് കാണുകയും
അതെ, എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. ഒരു 28-29 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വെച്ച് എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. എന്നിട്ട് അവരുടെ ബ്ലെസ്സിങ്സ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ എനിക്ക് അറിയില്ലായിരുന്നു, ഇവിടെ വരുന്നവരെ അറിയില്ലായിരുന്നു. ആ ഒരു മൊമെന്റിലാണ് അറിഞ്ഞത്. ഈ മൊമെന്റ് എന്ന് വെച്ചാൽ ഈ സാന്ത്വനം എന്ന് പറയുന്ന ഒരു ആശ്രമമാണ്, സ്പെഷ്യൽ സ്കൂളാണ് ഉള്ളത്. അവിടെ സ്പെഷ്യൽ കുട്ടികളാണ് ഉള്ളത്. അവിടെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ സിസ്റ്ററിനെയും മദർ തെരേസയുടെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവരുടെ ഒരു വിശേഷത പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് അങ്ങനെ ആയിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ. പോസിറ്റീവ് എനർജി ആയിരുന്നു തീർച്ചയായിട്ടും. പിന്നെ അവിടെ മൊത്തത്തിൽ ആ സാന്ത്വനത്തിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. അത് തീർച്ചയായും തഗ്ഗിലും വന്ന് കാണും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ, ഉറപ്പായിട്ടും ഉണ്ടാവട്ടെ. ഇപ്പൊ നമ്മള് പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ ധ്യാൻ ചേട്ടനെ നമ്മൾ കാണുന്നുണ്ട്. പൊതുവെ ധ്യാൻ ചേട്ടൻ എല്ലാ ഇന്റർവ്യൂയിലും വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അത് വേറൊന്നുമല്ല, ധ്യാൻ ചേട്ടനാണ് ഈ സിനിമയുടെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറഞ്ഞ ഒരു ടേം ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒരു കീ ഫാക്ടറാണ് ധ്യാൻ ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ധ്യാൻ ചേട്ടനെ മാക്സിമം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പ്രൊമോഷൻസ് എല്ലാം നടത്തുന്നത്. പോസ്റ്റേഴ്സിൽ നിന്ന് പോലും ആദ്യം മാറ്റി നിർത്താമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഈ കീ ഫാക്ടർ എന്തായാലും മരണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ധ്യാൻ ചേട്ടനെ അറിയാലോ, ധ്യാൻ ചേട്ടൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ആക്ച്വലി സിനിമ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾക്ക് ധ്യാൻ ചേട്ടനെ വെച്ച് ഇന്റർവ്യൂ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രൊമോഷൻ ടൂളാണ്. പക്ഷെ എന്താ അറിയാം, ഇതുവരെ കണ്ട ധ്യാൻ ചേട്ടനെ അല്ല ആയിരിക്കില്ല ഇനി മുന്നോട്ട് കാണുന്നുള്ള ഒരു ഗ്യാരണ്ടി. ഇപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നുണ്ട്. അവർ പറയുന്നത് തന്നെ ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന മൂവി എന്ന് പറയുന്നത് സെക്കൻഡ് ഇറങ്ങുന്ന നമ്മുടെ മൂവി ആയിരിക്കും. ഇതിലും അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ സ്ഥിരം കണ്ടുവന്നിരിക്കുന്ന മറ്റു ഹ്യൂമറസ് ആയിട്ടുള്ള വിറ്റി ആയിട്ടുള്ള ഒരു ധ്യാൻ ചേട്ടൻ ആയിരിക്കില്ല ഈ സിനിമയിൽ കാണുന്നത്. ഓക്കെ, ആസ് എ ന്യൂ ഡയറക്ടർ ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ഞാൻ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ പല സിനിമകളിലും കുറച്ച് പരാജയം നേരിട്ട് വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ധ്യാൻ ചേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ ആദ്യം തന്നെ എല്ലാവരും വിചാരിക്കും ഓക്കെ ഇതൊരു ഫ്ലോപ്പ് ആണെന്നുള്ളൊരു രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് സംസാരം ഉണ്ടാവാറുണ്ട്. ഈവൻ തഗ്ഗിനും ആണെങ്കിൽ അതുപോലെ നമ്മൾ ഒരുപാട് പോസ്റ്റും ട്രോളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമായി എടുക്കുന്ന ഒരു സിനിമ എന്തായാലും വലിയൊരു സ്വപ്നമാണ്. അതിലേക്ക് ധ്യാൻ ചേട്ടനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം ഒരു നടന്റെ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു ഒരിക്കലും അതേ ഒരു മോശം നടനാവുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ എത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി കണ്ടാൽ മതി, വെരി ഫസ്റ്റ് മൂവി കണ്ടാൽ മതി. തിര എന്ന് പറയുന്ന മൂവിയിൽ ശോഭന മാമിന്റെ കൂടെ ആക്ട് ചെയ്തിട്ട് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ പല സിനിമകളിലും ലാക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ നല്ല സ്ക്രിപ്റ്റോ നല്ല കോണ്ടന്റോ ആയിരിക്കാം. ഞാൻ എല്ലാന്ന് പറയുന്നില്ല. എനിക്ക് അടുത്തിറങ്ങിയ ധ്യാൻ ചേട്ടൻ 1-2 സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്റെ സ്ക്രിപ്റ്റിലും എന്റെ ടീമിലുമാണ്. പിന്നെ ധ്യാൻ ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ധ്യാൻ ചേട്ടൻ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ധ്യാൻ ചേട്ടൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കാതെ അഭിനയിക്കും ഇങ്ങനെ പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു അത് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റിൽ എത്തുന്നിടം വരെ അദ്ദേഹം അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സെറ്റിൽ എത്തിയ ശേഷം എന്റെ അടുത്ത് ആദ്യം ചോദിക്കുകയും ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പുള്ളിക്കാരൻ മുഴുവൻ കേട്ടിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ചേട്ടന്റെ പോർഷൻ മാത്രമാണോ അതോ സ്റ്റോറി? അല്ലല്ല, ഞാൻ സ്റ്റോറിയുടെ ഒരു നക്ഷല് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവറോൾ സംഭവം പറഞ്ഞു. വൺ ലൈൻ ആയിട്ട് പറഞ്ഞപ്പോ തന്നെ ധ്യാൻ ചേട്ടൻ ഓക്കെ. അത് ഡീറ്റെയിൽ ആയിട്ട് അത് അപ്പോഴും ചോദിച്ചിട്ടില്ല. ഡബിന് വന്നപ്പോഴാണ് ധ്യാൻ ചേട്ടൻ ഈ സിനിമയിലെ പല കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പൊ അത് ഇന്റർവ്യൂലൊക്കെ പറയുന്നത് സത്യസന്ധമാണ്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നക്ഷലിലാണ് അറിയാവുന്നത്. എന്റെ ക്യാരക്ടറെ കുറിച്ചും കൂടി ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ഡിഫറൻസ്. മാം നേരത്തെ നക്ഷലും കേട്ടിട്ടാണ് ലൊക്കേഷനിൽ എത്തിയത്. ധ്യാൻ ചേട്ടൻ ലൊക്കേഷനിൽ എത്തിയ ശേഷമാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ ഈ ശോഭന മേമിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, തുടരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൺചിത്രത്താഴുമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശോഭന മേമായിട്ടും ലാലേട്ടനായിട്ടും അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ട് തുടരും കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോ തുടരും കണ്ടിട്ടില്ല. കാണാൻ പോകുന്നു. അറിഞ്ഞപ്പോ എന്തായിരുന്നു ഒരു സന്തോഷമായിരുന്നു. അത് മാത്രല്ല, ശോഭനയുടെ ഓരോ റീൽസ് ഒക്കെ പോപ്പപ്പ് ആയിട്ട് വരുമല്ലോ. വീണ്ടും ലാലേട്ടൻ, പിന്നെ
56th മൂവി വിത്ത് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുമ്പോൾ ഞാനും കാത്തിരുന്നു. ഒരു ആഗ്രഹമുണ്ട്, കാണുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർ പേരാണ് രണ്ടുപേരും. പക്ഷേ മെയിമിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു സിനിമയിൽ നായിക കഥാപാത്രം അല്ല ചെയ്തതെങ്കിൽ പോലും ലാലേട്ടന്റെ നായികയായിട്ട് അറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇന്ന് പ്രൊമോഷൻ ഇറങ്ങിയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസിലും ചാനൽ ഷോസിലും എല്ലാം ശ്രീദേവിയെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു ചോദ്യവുമില്ല. ഞാൻ മാമിനോട് പറഞ്ഞു, ഇനി നമുക്ക് നോക്കാം ശ്രീദേവി. നമുക്ക് ഒഴിച്ചു നിർത്തിയ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇപ്പൊ വിനയ് പ്രസാദ് മേം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം പോകുന്നത് ചുവന്ന സാരി, പച്ച ബോർഡർ, ഓടി വരുന്ന അതൊക്കെ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ പോകുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. മെയിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തിലകൻ സാറിനെ ആണെങ്കിലും നെടുമുടി വേണി സാറിനെ ആണെങ്കിലും ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും മൈന്യൂട്ട് നെർവ് വരെ അഭിനയിക്കും, അത് ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ സമയത്ത് ഒബ്സർവ് ചെയ്ത രണ്ട് ക്വാളിറ്റി പറയും, ലൈക്ക് അതർ ദാൻ ആക്ടിങ്, അവരുടെ ക്യാരക്ടർ വൈസ് മനസ്സിലാക്കാൻ പഠിച്ചൊരു ക്വാളിറ്റി എന്തായിരിക്കും? മാക്സിമം കോൺസെൻട്രേഷൻ ആണ് രണ്ടു പേർക്കും, മാക്സിമം കോൺസെൻട്രേഷൻ. പിന്നെ ഒരു ക്യാരക്ടറിൻ്റെ, അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ഓരോ ചെറിയ ഇതിലേക്ക് ഡീറ്റെയിലിങ്ങിൽ അവരിറങ്ങും, അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് സ്ക്രീൻ പ്ലേ അല്ലാതെ പോലും ഈ ക്യാരക്ടർ ഇങ്ങനെ ആവാം എന്നുള്ള ഒരു കാൽപ്പനികമായ ഒരു ഇമാജിനേഷനിലേക്ക് പോകും. ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ സി ദേ ഹാവ് എ ബിഗ് ക്യാൻവാസ് ഓഫ് പെർഫോമൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദെം. അതിലേക്കാണ് അവർ എത്തുന്നത്, അത് അവർ ചൂസ് ചെയ്യുന്ന വഴിയാണ്. മനസ്സിലായോ? അത്രയും വലിയ ക്യാൻവാസ് ആണ് രണ്ടുപേരും. അവർക്ക് ഒരു ലിമിറ്റേഷൻ, ദേ ആർ അൺപ്രഡിക്റ്റബിൾ അൺലിമിറ്റഡ് പെർഫോമേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിഹേഴ്സലിൽ ചെയ്ത പോലെ ഒന്നും അല്ല ടേക്കിൽ ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ ഓർമ്മയുണ്ടോ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത സമയത്ത് പറഞ്ഞതിനകത്തൊന്നും ഷൂട്ട് ചെയ്തപ്പോൾ ഡിഫറൻസ് വന്നേതെങ്കിലും? എന്ന് വെച്ചാൽ നെടുമുടി സാറും ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു പടം, ആദ്യത്തെ എൻ്റെ പടം, അതിൽ ഞാൻ തമ്പുരാട്ടിയാണ്, നെടുമുടി സാറ് തമ്പുരാനാണ്, എൻ്റെ ഭർത്താവായിട്ടാണ് അഭിനയിച്ചത്. മണിച്ചിത്രത്താഴാകുമ്പോൾ ഞാൻ മോളായി, അച്ഛനായി. സി ഇറ്റ് ഈസ് നോട്ട് ദി ക്വസ്റ്റ്യൻ ഓഫ് ബീയിങ് മോള് ഓർ അച്ഛൻ, ഇറ്റ് ഈസ് ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ആർട്ടിസ്റ്റ്. അവർ എന്ത് വേണമെങ്കിലും ആവും. മറ്റേ നമ്മുടെ കമലഹാസന്റെ പടത്തിൽ നെടുമുടി സാർ ആ കളരിയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഇതായിട്ടുള്ള ഇന്ത്യനിലെ എന്തൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് തമ്പുരാൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തേന്മാവിൻ കൊമ്പത്ത് ഇദ്ദേഹം തന്നെയാണ് ഹിസൈൻ അബ്ദുള്ളയെ തമ്പുരാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അൺലിമിറ്റഡ് ആർട്ടിസ്റ്റ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സായ്കുമാർ സാർ, സിദ്ദിഖ് സാർ, പിന്നെ ധ്യാനം എന്ത് നല്ല ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവ് അവരുടെ ഒരു പെർഫോമൻസിൽ നമുക്കറിയാം, ഈ റോളില് ഈ പറ്റിയ ആളാണ്, ഇവരാണ് നല്ലത് എന്നുള്ളത്. ഇത് ട്രോളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇപ്പം ശോഭന ലാലേട്ടൻ പേരിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സിനിമ പറയോ? ഞാൻ അങ്ങനെ പറയുന്നതാണെങ്കിൽ എനിക്ക് തേന്മാവിൻ കൊമ്പത്ത് വളരെ അടിപൊളിയാണ്, ഇഷ്ടമാണ്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ മണിച്ചിത്രത്താഴൊക്കെ റീ റിലീസ് ചെയ്ത പോലെ മേമിന് ഭയങ്കര ആഗ്രഹമുള്ള റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സിനിമയാണ് രണ്ടുപേർക്കും. മേലെപ്പറമ്പിൽ ആൺവീട്. അയ്യോ അടിപൊളിയായിരിക്കും. എനിക്കത് വലിയ സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹമാണ്. കോമഡിയാണ് ഉള്ളത്, ഫാമിലി സ്റ്റോറിയാണ് ഉള്ളത്, ഒരു സ്നേഹമാണ് ഉള്ളത്, പ്രേമമാണ് ഉള്ളത്, എന്തൊക്കെയാണ് അതിലില്ലാത്തത്. തീർച്ചയായും തെലുങ്കും മലയാളമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, കോമിക്കൽ. പിന്നെ എന്താ ചെയ്യാന്ന് പറ്റാത്ത, ഇവർക്കൊന്നും എല്ലാം ശരിയായി കിട്ടിയാൽ മതി പോകും നമുക്ക്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സിനിമകളുണ്ട്, ആക്ച്വലി ഒത്തിരി സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് ഹരികൃഷ്ണൻ തിയേറ്ററിൽ കണ്ടാക്കൊള്ളാം ഭയങ്കര ഞാൻ ഈ ഒരു
തിയേറ്റർ റിലീസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പം ചോദിക്കുകയാണ്, ഇപ്പം കൽബ് അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിജയമാവുന്നില്ലെങ്കിൽ പോലും പിന്നീട് അത് OTT-ലേക്ക് എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അതിപ്പം സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂ ഡയറക്ടറായിട്ട് വരുന്ന സമയത്ത് ഇപ്പം തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യണമെന്ന് ഡെഫിനറ്റ് ആയിട്ടും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാ ഡയറക്ടേഴ്സിനും ഉള്ള ഒരു ആഗ്രഹമാണ് തിയേറ്ററിൽ സിനിമ കാണണം എന്നുള്ളത്. പക്ഷെ എന്നാൽ ചില സിനിമകൾക്ക് തിയേറ്ററിൽ അക്സെപ്റ്റൻസ് വരുന്നില്ല, OTT-ലാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും ആഗ്രഹം ബിഗ് സ്ക്രീൻ ആയിരിക്കും, ബിഗ് സ്ക്രീനിൽ ചെയ്യും എല്ലാ പുതിയ ആളുകളും. എനിക്കും അതെ, ഓഫ്കോഴ്സ്. പക്ഷെ ചില സിനിമകൾ OTT-ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സിനിമകളാണ്. പക്ഷെ ഇപ്പൊ പുതിയ റൂളൊക്കെ വന്നേക്കുന്നുണ്ട്, സെൻസർ ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയ ശേഷം മാത്രമേ ഒരു സിനിമ OTT-ക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റൂളുണ്ട് ഇപ്പം. അപ്പൊ അതുകൊണ്ടാവാം പല സിനിമകളും OTT-യിൽ പിന്നീട് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ തിയേറ്റർ വെച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലത് ഈ പറഞ്ഞ പോലെ OTT അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരു കംഫർട്ട് സ്പേസിൽ ഇരുന്ന് കാണുന്ന ആവാം കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. പിന്നെ കുറച്ച് മൈൻഡ് സെറ്റിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ നേരത്തെ ധ്യാന്റെ കാര്യം പറഞ്ഞ പോലെ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമകൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു നേരത്തെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ ട്രോൾസ് ഒക്കെ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ വിജയവരാജം ഒന്നുമല്ല. ഇപ്പം തുടരും, ഓഫ്കോഴ്സ് ലാലേട്ടന്റെ കാര്യം എടുത്താൽ മതി. ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോശം അഭിപ്രായങ്ങൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പം എമ്പുരാൻ ഓൾസോ അതിലും നെഗറ്റീവ് ഈ പറഞ്ഞ പോലെ ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടരും കവർ ചെയ്തത് ഇൻഡസ്ട്രി ഹിറ്റാണ്. അത് മാത്രമല്ല, ചില സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് ഓഡിയൻസിൽ എത്തിപ്പെടാത്തതിന്റെ കാരണം സോഷ്യൽ സർക്കംസ്റ്റൻസസ് ആയിരിക്കാം, കാലാവസ്ഥ ആയിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കൂടുതൽ സിനിമകളായിരിക്കും റിലീസ് ആ ഒരു ആഴ്ചയിൽ വെച്ച്. പിന്നെ ഈ അങ്ങനെ കുറേ ഇതുണ്ടാവും, റീസൺസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പിന്നെ പടം കൊള്ളൂല എന്നല്ല അർത്ഥം. തിയേറ്ററിലും കാട്ടിലും ആൾക്കാർ കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് OTT-യിൽ വാച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട്. എന്തായാലും എന്നോട് സംസാരിച്ചു വരുമ്പോൾ മൺചിത്രത്താഴ് വിട്ടുപിടിക്കാൻ പറ്റുന്നില്ല, മാൻഡേറ്ററി ആണ്, നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഫസ്റ്റ് മേമിന്റെ അടുത്ത് ഈ സ്റ്റോറി പറയാൻ നേരത്ത് അത് എങ്ങനെ അവതരിപ്പിച്ച, ലൈക്ക് രണ്ട് നായിക എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ക്യാരക്ടറിൽ എങ്ങനെയായിരുന്നു മേമിന്റെ അടുത്ത് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഓണം ഫംഗ്ഷന് വേണ്ടി മോഹൻലാൽ സർ ബാംഗ്ലൂർ വന്നിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് ഞാനും ആ ഫംഗ്ഷനിൽ ഒരു അതിഥിയായിട്ടാണ് പോയത്. എൻ്റെ ആദ്യത്തെ സിനിമ പെരുന്തച്ചൻ അപ്പോൾ റിലീസായിരുന്നു. എന്നിട്ട് കന്നഡയിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു, എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എന്നെ മലയാളം അസോസിയേഷൻ വിളിച്ചത്. അപ്പോൾ മോഹൻലാൽ സാർ അവിടെ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഒരു പടത്തിൽ വിളിച്ചാൽ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ വരാം, അതെന്താ നല്ല റോളാണ്, ഇത്ര മാത്രമേ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് സാറ് അവിടെ നിന്ന് തിരിച്ചു പോയി. ഒരു മാസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഫാസിൽ സാറിൻ്റെ മാനേജറിൻ്റെ കോൾ വന്നു. എന്നിട്ട് ഇതുപോലെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, ഇതിലൊരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്, അതിനെക്കുറിച്ച് നമ്മുടെ ഡയറക്ടർ പറഞ്ഞു തരും എന്നാണ് പറഞ്ഞത്. നട്ട്ഷെല്ലിൽ മാത്രമേ ഫാസിൽ സാർ എനിക്ക് എല്ലാം പറഞ്ഞു നട്ട്ഷെല്ലിലാണ്. എന്നിട്ട് വിനയുടെ ക്യാരക്ടറിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും കേട്ടോ എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്നസെന്റ് ഫേസ് ആണ് വേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇന്നസെന്റ് ഫേസ് ആണ്. ഇപ്പോഴും ഒരു മാറ്റമില്ല മേം ഇങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ മനസ്സിലുള്ള റെഡ് സാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ കാണാനും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അത് നിങ്ങളുടെ ദൃഷ്ടി ഭംഗിയായത് കൊണ്ടാണ് ഞാനും ഭംഗിയായി തോന്നുന്നത്. ഇപ്പോഴും അത്രയും അങ്ങനെ തന്നെയാ മേമിനെ കാണാനിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. താങ്ക്സ് ടു മൈ പേരൻസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ എത്തിപ്പെട്ടത്. പക്ഷേ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം, 1-2 ഷെഡ്യൂൾസ് കഴിഞ്ഞ ശേഷം ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒന്നും ഇല്ലല്ലോ ഇതിൽ ചെയ്യാൻ എന്താ സാറേ. അപ്പൊ ശോഭന ഇന്നലെ ഇത് ചോദിച്ചതേ ഉള്ളൂ എന്നാണ് ഫാസിൽ സർ പറഞ്ഞത്. അപ്പൊ ഈ അവസാനത്തെ ക്ലൈമാക്സ് ഒന്നും നടന്നില്ല. പക്ഷേ ഈ പടം കാണുമ്പോഴാണ്, അവസാനം തിയേറ്ററിൽ കണ്ടിട്ടാണ് എനിക്ക് ഇമ്പാക്ട്, അതുപോലത്തെ ഒരു ഇമ്പാക്ട് ഞാൻ തഗ്ഗിലിൽ നിന്ന് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ.
ഇപ്പം മണിച്ചിത്രത്താഴാണെങ്കിലും ഒരു ഹൊറർ ടീം ആ ഒരു കൈൻഡ് ഓഫ് ഫിലിം ആണല്ലോ. നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന മറ്റേ വെള്ളസാരി അതൊന്നും അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത്. മേം കുട്ടിക്കാലത്ത് ഇങ്ങനെ പ്രേത സിനിമയൊക്കെ കാണാറൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, നമുക്ക് അങ്ങനെ കുട്ടിക്കാലത്ത് സിനിമയുടെ ക്രേസ് ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് പുസ്തകമാണ്, എനിക്ക് വായന. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെയല്ല സിനിമ കാണുന്ന ആ ഒരു ക്രേസ് എന്നുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉടുപ്പിക്കാരിയാണ്, ഉടുപ്പിയിലാണ് ജനിച്ചതും വളർന്നതും. എന്നിട്ട് ഞാൻ പാലിക്കായിരുന്നു മലയാളം ഫിലിം പറയാൻ പറയുമ്പോൾ മേലെപ്പറമ്പിൽ അൻപീടൊക്കെ പറയുന്ന ലാംഗ്വേജ് ഒക്കെ. അയ്യോ, അങ്ങനെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, വൈശാലി എന്നുള്ള ഒരു ക്ലാസിക് പടം, അതും കണ്ടിട്ടുണ്ട്. അതെങ്ങാനും തിയേറ്ററിൽ ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ ചെയ്തപ്പം സിദ്ധാർത്ഥ് ഭരതൻ സാറിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ ചോദിച്ചപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വൈശാലി തിയേറ്ററിൽ കാണണം. മുഴുവൻ പടം പെയിന്റിങ്ങിന് പോലെയാണ്. ഓരോ ഫ്രെയിം എന്ത് പാട്ടുകളാണ്, നല്ല പാട്ടുകളൊക്കെ രസമാണ്. അങ്ങനെ കൂടുതൽ നല്ല എന്റർടൈൻമെന്റും വേണം, മെസ്സേജും വേണം, പിന്നെ അപ്ഡേറ്റഡ് ടെക്നോളജി വേണം എന്ന് പ്രതീക്ഷിക്കുമ്പം തഗ് നന്നായിരിക്കും. പാട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത്രയും ബ്യൂട്ടിഫുൾ 2 ബ്യൂട്ടിഫുൾ സോങ് സ്വന്തമായിട്ട് കയ്യിലുണ്ട്. പിന്നെ അതായത് ഒന്ന് അതുണ്ട്, രണ്ടാമത് പഴന്തമിഴ് പാട്ടുകൾ വരുന്ന സ്ഥലം തന്നെ മാമിനെ പിടിച്ച് ശ്രീദേവി കൂട്ടിടണം. അതാണ് ഇപ്പൊ നമ്മുടെ മൂവിയിലും എനിക്ക് ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാം ഉള്ളൊരു പോർഷനിൽ തന്നെ എനിക്ക് ലാലേട്ടന്റെ ഒരു സോങ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാന്ന് പറഞ്ഞ പാട്ട് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാനും സുദീപ് കുമാർ അത് പാടിയിട്ടുണ്ട്. അത് മാം ഉള്ള ഒരു പോർഷനിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വലിയൊരു ഭാഗ്യമാണല്ലോ, ഭാഗ്യമാണ്. അത് കേൾക്കുമ്പോ തന്നെ എന്തൊരു രസാ, എന്തൊരു സന്തോഷം. റീക്രിയേറ്റ് ചെയ്തത് മാമിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ ഒരു റീക്രിയേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് സക്സസ് ആവട്ടെ പുറത്തിറങ്ങുന്ന സമയത്ത്. ഇപ്പൊ മാം പറഞ്ഞല്ലോ ഇങ്ങനെ പണ്ട് സിനിമയല്ല ബുക്കൊക്കെയാണ് കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇപ്പം പൊതുവേ ഉള്ള നടിമാരൊക്കെ വരുന്നത് അവരുടെ ഒരു ടീനേജ് അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷെ മെയിൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് കല്യാണത്തിനൊക്കെ ശേഷമാണ്. എങ്ങനെയായിരുന്നു ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ? ഫാമിലി ആയിട്ട് ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഹസ്ബൻഡ്, പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്ലേസ് ഒക്കെ ഡ്രാമാസ് ഒക്കെ ചെയ്യുമായിരുന്നു, വോയിസും കൊണ്ട്. ഐ വാസ് എ വോയിസ് ആർട്ടിസ്റ്റ്. പിന്നെ ഇൻവൈറ്റഡ് ഓഡിയൻസിന്റെ പ്രോഗ്രാമിൽ വെച്ച് ഡ്രാമയിൽ ആക്ട് ചെയ്യുമായിരുന്നു. പല ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. മാംഗ്ലൂർ ഓൾ ഇന്ത്യ റേഡിയോ. ഇഫ് യു ഗെറ്റ് ടു സീ ദിയർ വെബ്സൈറ്റ് യു മൈറ്റ് അങ്ങനെയാണ്. ഒരു 37 years back. 37 years. പാഷൻ ഉണ്ടായിരുന്നു, അഭിനയിക്കാനുള്ള പാഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സിനിമയിൽ വേണം, ഇത് ടിവിയിൽ വേണം, അങ്ങനെ ഒരു സ്വപ്നം പോലും. രണ്ടിലും ആക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പം അതിലുണ്ടാവുന്ന ഒരു ഡിഫറൻസ് എന്തൊക്കെയാ? സിനിമയും ഇല്ലെങ്കിൽ ടിവി സീരിയൽ ഷോസ് ചെയ്യുന്നത്? സിനിമയിൽ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് കൂടുതലാണ്. സീരിയലിലുള്ള ഇമ്പാക്ട് അതിനേക്കാൾ കൂടുതലാണ്. സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയൽ ഞാൻ കുഞ്ഞിലേട്ടേ കാണുക, ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ. എന്റെ കഥാപാത്രത്തിന്റെ പേര് പോലും ഓർക്കുന്നു. അപ്പൊ ഞാൻ അത് ഇമ്പാക്ട്ഫുൾ അല്ല എന്ന് പറയാൻ. ഇമ്പാക്ട്ഫുൾ ആണ് ഞാൻ ഉദ്ദേശിച്ച. ആക്ടിങ്ങിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് രണ്ടിലും ചെയ്യുമ്പോൾ? എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നെ ചോദിച്ചാൽ എനിക്ക് ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ അതേപോലെ തന്നെയാണ്. അവിടെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ ആയിരിക്കും. ടെക്നിക്കാലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. മാം അതിലും സെറ്റിൽ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ സീരിയൽസിനെ കുറിച്ച് പൊതുവെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇച്ചിരി ഓവർ ആക്ട് ഒന്നുമല്ല. മാമിന്റെ ഞാൻ എന്തോന്ന് സ്ത്രീ പറയണെന്നില്ലേ, എന്റെ അമ്മൂമ്മ മാമിന്റെ വലിയ ഫാനാ, പക്ഷെ ശ്രീദേവിയുടെ അല്ല. അത് സ്ത്രീ കണ്ടിട്ടുള്ള അത് അങ്ങനെ കുറച്ച് ഫാൻസ് ഉണ്ട്, കുറച്ചധികം ഫാൻസ് ഉണ്ട് സ്ത്രീ കണ്ട കാലം മുതലുള്ള. ഇത് ഈ ഇന്റർവ്യൂവിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം മാമിന്? ഇതുവരെ ഞാൻ പറയാണ്ടിരുന്നതാണ്, ഇപ്പൊ ചിരിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇതെന്റെ ഓൺ സിസ്റ്റർ ആണ്, യങ്ങർ സിസ്റ്റർ ആണ്, എന്റെ സ്വന്തം ചേട്ടൻ. അതെയോ? അതെ അതെ. ഇത് ഞങ്ങളുടെ ആക്ച്വലി എന്റെ അമ്മയുടെയും എന്റെയൊക്കെ കുറെ കാലമായിട്ടുള്ള ഡ്രീമാണ്. ലൈക്ക് ഇങ്ങനൊരു സ്റ്റേറ്റിൽ വന്നിരിക്കുമ്പോൾ ആങ്കറിങ് എന്നെക്കാളും സീനിയർ ആണ്. ആങ്കറിങ് ഫീൽഡ് കുറച്ച് ഞാനാണ് ന്യൂ കമർ.
എനിക്ക് സന്തോഷം എനിക്ക് നമ്മുടെ കൂടെ തന്നെ അങ്ങനെ മുഴുവന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. അതല്ലേ ഇതൊരു ഇമോഷണൽ മൊമെന്റ് ആണ് ശരിക്കും. ഞാൻ ആക്ച്വലി എന്റെ ഇപ്പൊ ഞാൻ ജേർണലിസം ആണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഭയങ്കര അംബീഷ്യസ് ആണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും. പക്ഷെ എന്നോട് പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും, എപ്പോഴും എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ചേട്ടൻ സക്സസ്ഫുൾ ആയിട്ട് കാണണം എന്നുള്ളതാണ്. സോ നൈസ് സോ നൈസ് കിട്ടും. എന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ചേട്ടൻ അവാർഡ് വാങ്ങിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആങ്കർ ചെയ്യണം, ഞാൻ അനൗൺസ് ചെയ്തിട്ട് ചേട്ടൻ വരണം എന്നുള്ളത്. വേറെ ഇൻട്രോ പറയാൻ നേരത്തേക്ക് ഞാനിങ്ങനെ അയ്യോ ഒന്നും വരുന്നിരുന്നിട്ടാണ് ഞാൻ എന്റെ പേര് പറഞ്ഞില്ല ഇൻട്രോയില്. വെൽക്കം പറഞ്ഞിട്ട് സാധാരണ ഞാൻ കിങ്ങിണി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്നും വന്നില്ല, എനിക്ക് ചേട്ടയുടെ പേര് പറയണം. രണ്ടുപേർക്ക് രണ്ടും സോ നൈസ് സോ നൈസ്. ഞാൻ ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് വലിയ സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ് ഇതാണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു ചേട്ടനും അനിയത്തിയും ഇങ്ങനെ ചേർന്ന് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായി കണ്ടിട്ടുണ്ട്. This is my first interview like this. ഈ 37 years ഞാൻ ഫസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ പിന്നെ ഫസ്റ്റ് ആണ് ഞാൻ ക്യാരക്ടർ ചെയ്യുന്നതും ഫസ്റ്റ് ആണ്. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ അമ്മമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ എന്റെ അമ്മമ്മ അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഭയങ്കര ഭയങ്കര സന്തോഷം. ഇങ്ങനെ സിനിമയുടെ പൂജയുടെ ഒക്കെ ഷൂട്ട് നടക്കുമ്പോ ലൈക് നോർമലി ഇങ്ങനെ അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് ആ മോള് ഒന്ന് കയറി പറഞ്ഞേക്ക്, ആങ്കർ ചെയ്യണം, ഒന്ന് കയറി ഒന്ന് ഹോസ്റ്റ് ചെയ്തേക്കെന്ന് പറയും. അങ്ങനെ പറഞ്ഞെടുത്തത് ഇന്നിപ്പോ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നു, അതും ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇരിക്കുന്നു. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടി പറയുന്നു. വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. അത് മാം ഹംബിൾ ആകുന്നതാണ്. മാം എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ പറയണേ വലിയ ആർട്ടിസ്റ്റ് തന്നെയാണ്. സി ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ കുറെ ഫ്രഷേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. സക്രിയ പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നത് ഫ്രഷറാണ്. ഞാൻ പറഞ്ഞതെന്ന് ഇതെല്ലാം കോയിൻസിഡൻസ് ആണ്. ഇപ്പൊ നമ്മുടെ മൂവിയിൽ ഫ്രഷേഴ്സ് ആയിട്ട് കുറച്ച് പേരുണ്ട്, പുതിയ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുണ്ട്, ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. സക്രിയ പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റിനകത്ത് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ദേവി പ്രസാദ്, ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 പേരെയാണ് മെയിൻ ആയിട്ട്. അത് കൂടാതെ ഒത്തിരി പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനും ഇതിലൊരു ചെറിയ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയും പേരെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കി നിർത്തിയ ഇത്രയും ലീഡ് ആർട്ടിസ്റ്റുള്ള എനിക്ക് ഒരു വഴിയില്ല പറയാൻ. ഇതില് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ധ്യാൻ ചേട്ടനുണ്ട്, സിദ്ദിഖ് സാറുണ്ട്, സായികുമാർ സാറുണ്ട്, ബിന്ദു പണിക്കർ മാം ഉണ്ട്, ശ്രുതി ജയൻ ഉണ്ട്, സാധിക ചേച്ചി ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പക്ഷെ ഞങ്ങൾ ഇത്രയും പേരിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തത് വിനയ മാമിന്റെ കൂടെ. അത് മാമിന്റെ ഗ്രേറ്റ്നെസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ആ പേരിലുള്ള വിനയം അതുപോലെ കാണുന്നുണ്ട്. ഞാൻ കോൺഫിഡൻസിന് പറഞ്ഞില്ല, ഈ മൂവി ആയിരുന്നില്ല ഞങ്ങൾ ആദ്യം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ മാം ചെയ്ത ക്യാരക്ടറിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ ആയിട്ടുള്ള ലിൻഡ സിസ്റ്ററിന്റെ ഒരു ഇൻസിഡന്റിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇത് ഞങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് നടന്നു. മാമിനെ എനിക്ക് ടാസ്കിൽ കിട്ടി, മോളിപ്പോ തന്നെ ചെയ്യുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് സന്തോഷ് സാർ, നിഹാസ് സാർ രണ്ടുപേരും അബ്രോഡ് ഉള്ളവരാണ്. അവർ പെട്ടെന്ന് കൺവിൻസ്ഡ് ആയിട്ട് ഇതിൽ ഫൈനലിലേക്ക് ഇന്നാവുന്നു. എല്ലാം ഒരു ഭാഗ്യമാണ്. ഇപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ചേട്ടയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആക്ടർ ആവുക എന്നുള്ളതാണ്. ഇപ്പം ഡിറക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുഞ്ഞിലെ മുതലേ ഞാൻ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നത് ഒരു ഡ്രീമിന് വേണ്ടി ഇത്രയും കടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ പേഴ്സണലി വേറെ കണ്ടിട്ടില്ല. ഞാൻ അത്രയും ഹാർഡ് വർക്കിംഗ് അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആക്ടർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആക്ടിംഗ് ആണ് ചേട്ടയുടെ ഏറ്റവും വലിയ പാഷൻ. പക്ഷെ ഇതിലിപ്പം ഡിറക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളോട് ചെയ്തപ്പം അതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താ? നേരത്തെ പറഞ്ഞ പാഷനുണ്ട്, ആഗ്രഹമുണ്ടല്ലോ ആക്ടിങ്, അതിന് ഇനിയും കുറെ കഷ്ടപ്പെടണമെന്ന് പഠിച്ചു. ഇവരൊക്കെ എത്ര ഈസി ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര പ്രൊഫഷണൽ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അത് കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് ഇതുപോലെ പെർഫോം ചെയ്യാൻ. അതിനൊത്തിരി ഇനിയും എന്താ പറയാ, ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ആവണം എന്നുള്ളത് കൊണ്ട് വീണ്ടും ഇനിയും ബെറ്റർ ആക്കണം എന്ന് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ കണ്ടത് ഒരു ഇത് എന്റെ ചേട്ടൻ എങ്ങനെയുണ്ട് ഡയറക്ടറായിട്ട് ഞാൻ ചോദിക്കട്ടെ, അനീതി എന്നുള്ള രീതിയിൽ എന്റെ ഒരു സന്തോഷത്തിന് ചോദിക്കട്ടെ. പറയട്ടെ, ഒരു 10 ഫിലിം ഡയറക്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ഫിലിംസ് ഡയറക്റ്റ് ചെയ്തതിൻ്റെ ഒരു ഈസ് ഉണ്ട്. എനിക്ക് സന്തോഷം. ഡയറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ടിങ് എ ഷോട്ട് ആൻഡ് അനാക്ടിങ് ഇൻ ഇറ്റ്.
ഓക്കെ അല്ലേ? ഷോട്ട് വെച്ച് ഇങ്ങനെ ലൈറ്റിംഗ് ഇത് വേണം, ഇമ്പോർട്ടൻസ് ഏതിനാണ് വേണ്ടത്, ഫോർഗ്രൗണ്ടിൽ എന്താണ് വേണ്ടത്, ഡെപ്ത് എന്താണ് വേണ്ടത്, എല്ലാം പറഞ്ഞ് കഴിഞ്ഞ ശേഷം വന്ന് നിന്ന് ആക്ടിങ് ചെയ്യണല്ലോ. അത് ആദ്യത്തെ സിനിമ തന്നെ. ഇതാണ് ഞാൻ പറയുന്നത്. കുറേ ആൾക്കാർ ആർട്ടിസ്റ്റ് ഡയറക്ടേഴ്സായി മാറിയിട്ടുണ്ട്. പക്ഷേ കുറേ കാലം കഴിഞ്ഞ ശേഷമാണ്. പക്ഷേ ബാലു ആദ്യത്തെ ഇതിൽ മാം ഫുൾ എനിക്ക് തരില്ലേ മാം, ഇത് ഫ്രെയിമിൽ എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർ കംഫർട്ടബിൾ ആക്കുന്ന, നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റുകളാണെങ്കിലും വിനയ മാം ഒക്കെ ആണെങ്കിലും ഓക്കെ ഇവൻ ഡയറക്ട് ചെയ്യുന്നുണ്ട്, അവനെ കൂടുതൽ സ്ട്രെസ് ചെയ്യണ്ട എന്നുള്ള ഒരു കൺസിഡറേഷൻ തരുന്നുണ്ട്. പിന്നെ എന്റെ DOP ജഗൻ ചേട്ടൻ, പുള്ളിക്കാരൻ അദ്ദേഹം ഇതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് എന്താണ് കഷ്ടപ്പാട് തരാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഈ പ്രോസസ് കൊണ്ടുപോയി. ഞങ്ങളുടെ കൺട്രോളർ രാജൻ ചേട്ടൻ ഒരു ഹെഡേക്കും എനിക്ക് തരാതെ എന്നെ ഫുള്ളി ഫോക്കസ് ചെയ്യാൻ സമ്മതിച്ചു. അതൊക്കെ കൊണ്ട് അല്ലാതെ എന്റെ മാത്രം ഇതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ ടീമാണ് എന്റെ സ്ട്രെങ്ത്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ. അതിലേക്ക് എനിക്കിപ്പം ഇതുപോലെ എന്താ പറയാ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് വരുമ്പോൾ, ഇപ്പൊ മാം നേരത്തെ പറഞ്ഞില്ലേ മാമിന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇപ്പൊ നമ്മൾ പുതിയ മൂവീസിന്റെ ഈ കുറിച്ച് പറയുമ്പോൾ അതിന് റിപ്പീറ്റ് വാല്യൂ കുറയുന്നു പറയുന്നതിന്റെ കാരണം തന്നെ ഇപ്പൊ നമുക്കൊരു ലളിത ചേച്ചി ഇന്നില്ല, നമുക്കൊരു നെടുമുടി സാറില്ല, ഒരു ഒടുവിലുണ്ണി കൃഷ്ണൻ ഇല്ല, തിലകൻ സാറില്ല, ഇന്നസെന്റ് സാർ ഇല്ല. ഇത്ര ആർട്ടിസ്റ്റ്, ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തതിന്റെയാണ് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഇതിൽ നിന്നുള്ള ടേക്ക്, സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യമാണ്. മാമിന്റെ പല ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും എടുക്കുമ്പോഴും ഭയങ്കര ഇമോഷണലി ഇന്റൻസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ മാം? എനിക്ക് ഏതൊരു ആക്ടിങ് ആണെങ്കിൽ പോലും എനിക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആണ് എൻ്റെ മനസ്സിൽ നിന്ന്. ഞാൻ ആലോചിക്കുന്ന ഭാവം, പിന്നെ ഡയറക്ടർ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഭാവം എൻ്റെ മുഖത്തിൽ, എൻ്റെ ബോഡി ലാംഗ്വേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് പെർഫോമൻസ് ആണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ചില ആർട്ടിസ്റ്റിന് പൊട്ടിക്കറിയുന്ന ഷോട്ട് ഉണ്ടെങ്കിൽ അവർ ശരിക്കും പൊട്ടിക്കറിയും. അതും കണ്ടിട്ടുണ്ട് ഞാൻ. അതൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഗ്ലിസറിൻ ഇല്ലാണ്ട് കറിയാൻ പറ്റുന്നില്ല. ഗ്ലിസറിൻ ഇട്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ സാധാരണ കറിയുന്ന ആളൊന്നും അല്ല. പിന്നെ കറച്ചൽ വന്നാൽ കൺട്രോൾ ചെയ്യുന്ന ആളും അങ്ങനെയും അല്ല. ആനന്ദ ബാഷ്പം വേണമെങ്കിൽ വരാം. ഒരു ഇപ്പൊ വന്നില്ലേ, എനിക്ക് വന്നില്ലേ ഇപ്പൊ, അതുപോലത്തെ ഇത് വേണമെങ്കിൽ. ഞാൻ ആലോചിച്ചു ആനന്ദ ബാഷ്പം വാക്കൊക്കെ മലയാളത്തില് നല്ല വാക്കല്ലേ അത്? പിന്നെ എനിക്ക് വരത്തില്ല. ഞാൻ മറ്റേ ആനന്ദ കണ്ണീരൊക്കെ രാവിലെ തൊട്ട് ഞാൻ ഒരു ബംഗാളി പോലെ ഇരിക്കുകയാണ്. അതൊന്നും അല്ല, അത് ഞാൻ ഇത് സ്ഫുടമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ആവാം. സോ ഇറ്റ് ഈസ് സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ് ഫോർ മീ. ആൻഡ് വൺ മോർ തിങ് ഈസ് മൈ തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് അതാണ് വലിയ ഒരു കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് ഒരു മാനസികമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നിട്ട്. പിന്നെ ഞങ്ങൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും അവിടെ പോയി നിൽക്കുമ്പോൾ ഡയറക്ടർ പറയും നമുക്ക് ഇത് മതി, ഇതിനേക്കാൾ കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡയറക്ടർ ഈസ് ദി ബെസ്റ്റ് ആക്ടർ, ഹി ഈസ് ദി ബെസ്റ്റ് പേഴ്സൺ ബിക്കോസ് ഹി ഹാസ് കൺസീവ്ഡ് ദ സ്റ്റോറി. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടാവും പറയണം, ഞാൻ തുറന്നു പറയും, പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. ഏതെങ്കിലും സിനിമകളിൽ അങ്ങനെ കന്നഡ സിനിമയിലെ കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഡയറക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ. ഇവിടെ പറയാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ പിന്നെ അവസരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലല്ലോ, എനിക്ക് തോന്നിയാൽ മാത്രമേ പറയാറുള്ളൂ. അതെ അതെ. അപ്പം ഇനി വേറെ അപ്കമിങ് മൂവീസ് എന്തെങ്കിലും മലയാളത്തിൽ എന്തെങ്കിലും? ഇനി അപ്കമിങ് എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീസിന് വേണ്ടി നിൽക്കുന്നത് ഥഗ്ഗാണ്. അതല്ലാതെ അടുത്ത മാസം വേറൊരു പടം സെറ്റില് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഷൂട്ട് തുടങ്ങാൻ പോകും. ചേട്ടയുടെ നമ്മളൊരു പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലാണ്, അപ്പൊ ഒന്നും പറയാറായിട്ടില്ല. പക്ഷെ അത് ഒരു ഡിഫറെന്റ് ജോണർ ആയിരിക്കും. അതിലും കുറെ നല്ല സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് തന്നെ ചെയ്യും. എനിക്ക് ഈ സീനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഇനി വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇന്ന് തന്നെ ഒരു ഇന്റർവ്യൂവർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, മാം സണ്ണിയും ശ്രീദേവിയും കൂടെ എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ശ്രമിക്കണം. ഞാൻ എന്റെ മനസ്സ് മുഴുവൻ അതിലേക്ക് ഞാനത് ചോദിക്കാൻ വരിക, അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അതെനിക്കറിയില്ലല്ലോ, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവണം. ആ സ്റ്റോറിയിൽ ശ്രീദേവി ഞാൻ തന്നെ ആയിരിക്കണം. അതുമല്ലാതെ വേറെ ആർക്കും ഞങ്ങൾക്ക് ഇനി അങ്ങനെ ശ്രീദേവി ആയിട്ട് കാണാൻ പറ്റില്ല. അതിപ്പം ലാലേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ലാലേട്ടൻ ഒരു ഇമോഷൻ
ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏതാണെങ്കിലും ഇപ്പൊ ലാലേട്ടൻ ചിരിച്ചാൽ നമ്മൾ ചിരിക്കും, ലാലേട്ടൻ കരഞ്ഞാൽ നമ്മൾ കരയും, കണ്ണ് നിറഞ്ഞിരുന്ന നമ്മൾ കരയും. അങ്ങനെ അദ്ദേഹത്തിന് അറിയാലോ, അദ്ദേഹം മീശ വിരിച്ചാൽ നമ്മളിവിടെ രോമാഞ്ചത്തിൽ ആവും. അതുപോലെ അപ്പൊ അന്നും ഇന്നും ലാലേട്ടൻ ഒരുപോലെയാന്ന് പറയാൻ പോലെ എന്റെ കാര്യം അന്നും ഇന്നും ഒരുപോലെ. അന്ന് ശ്രീദേവിയെ കണ്ട പോലെ തന്നെയാണ് ഇന്നിപ്പോ ഞാൻ സിസ്റ്റർ ബേക്കയെ കാണുന്നത്. മെമ്മ ഒരു മാറ്റവും ഇല്ല, നമുക്ക് ഇനി ചെയ്യാനാണെങ്കിൽ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ദൈവമേ. ഓക്കെ, എനിവേസ് തഗ് എന്റെയും പേഴ്സണൽ ആഗ്രഹമാണ് ഇതൊരു അടിപൊളി സിനിമ ആവട്ടെ എന്നുള്ളതും ഇനിയും ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതും അത് എനിക്ക് തന്നെ ഇനിയും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളതും. എനിവേസ് ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ജോയിനിങ്. Good luck to you too. Thank you.